നെക്സ്റ്റ് തിയറം 11 സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഇത് മൂന്നും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. പിന്നെ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഇതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ ടെസ്റ്റ് എന്ന് നോക്കുക. ആദ്യം നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ഇതാണ്, എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. ഇത് രണ്ടും നോക്കണം. ഇത് സീറോയിൽ കൂടുതലാണെങ്കിൽ എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആയിരിക്കും, എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം ആയിരിക്കും. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിലോ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും, എ ബിയിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഇനി ഇത് 0 ആണെങ്കിലോ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്, ഈ ടെസ്റ്റിൽ നിന്ന് കിട്ടൂല. അപ്പം നമ്മൾ ഇതാണ് നോക്കുന്നത്. ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ആണെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇതാണ് ഇത് നോക്കുന്നത്. ഇതിനെ ഡിസ്ക്രിമിനൻ്റ് ആണെന്ന് പറയുന്നത്. ഡിസ്ക്രിമിനൻ്റ്, ഈ ഡിസ്ക്രിമിനൻ്റ് ഇതാണ്, ഇസ് കോൾഡ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് എന്നാണ്. അതിൻ്റെ നൊട്ടേഷനാണ്, മെട്രിക്സിൽ അതിൻ്റെ നൊട്ടേഷനാണിത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ആദ്യം നിങ്ങൾ കാണേണ്ടത് ഇതുണ്ടോ, എഫ് എക്സ് എക്സ് ലെസ് ഇത് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ മാക്സിമം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. എഫ് എക്സ് എക്സ് നെഗറ്റീവാണ്. ഇനി ഇത് പോസിറ്റീവാണ്, എഫ് എക്സ് എക്സ് അതും പോസിറ്റീവ് ആണെങ്കിൽ എ ബിയിൽ മിനിമം ആയിരിക്കും. ഇനി ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് 0 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് പ്രോബ്ലം. ഇതാണ്, ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും എവിടെയാണ് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്നത്. അതിന് എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുക, എഫ് ഐ ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഈ രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പം എ ബി എന്ന് പറയുന്ന പോയിന്റ് -2 ആണ്. ഇനി -2 ഇതിന് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. -2 ഇതാ -2 അതിന് നമ്മൾ എഫ് എക്സ് എക്സ് കണ്ടു. ഇതാണ് എഫ് എക്സ് എക്സ് കണ്ടു, അത് നെഗറ്റീവാണ്. പിന്നെ എഫ് വൈ വൈയും എഫ് എക്സ് വൈയും കണ്ട് അത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ അത് 3 പോസിറ്റീവാണ്. അപ്പോൾ ഇത് നെഗറ്റീവും ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവാണ്. ഇതാ എഫ് എക്സ് എക്സ് നെഗറ്റീവും ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, ലോക്കൽ മാക്സിമം ആയിരിക്കും. -2 ലോക്കൽ മാക്സിമം ആണ്. -2 ലോക്കൽ മാക്സിമം ആണ്. -2 ലോക്കൽ മാക്സിമം ആണ്. അപ്പം മാക്സിമം വാല്യൂ എത്രയാണ്? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എഫ് ഓഫ് -2 അപ്പോൾ 8 ആണ്. അപ്പം -2 മാക്സിമം വാല്യൂ കിട്ടുന്നത്. അത് മാക്സിമം വാല്യൂ 8 ആണ്. Next example 4. Find the local extreme values of f of xy. ഇതാണ് f of xy equal to 3y square minus 2y cube minus 3x square plus 6xy plus 6xy. ഇതാണ് 6xy. എഫ് ഓഫ് എക്സ് വൈ ഇതാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം, എഫ് എക്സ് കാണണം. എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുക, അപ്പോൾ ഇത് കിട്ടും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6y മൈനസ് 6x എന്ന് കിട്ടും. ഇനി എഫ് ഐ കാണുക, അതിനെ 0 എന്ന് ഇടുക, അപ്പം ഇങ്ങനെ കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷന് എഫ് എക്സ് ഈക്വൽ ടു 0 6y മൈനസ് 6x ഈക്വൽ ടു 0, അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്നാണ്. അത് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും.
അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതാണ്? അങ്ങനെ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ്, ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുകിൽ ഇതാ 6x ഈക്വൽ ടു 0, അല്ലെങ്കിൽ x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 ആണെങ്കിൽ y എന്തായിരിക്കും? 0. അപ്പോൾ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 ആണ് ഒരു എക്സ്ട്രീം വാല്യൂ. രണ്ടാമത്തെ 2 മൈനസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 2. x ഈക്വൽ ടു 2 ആണെങ്കിൽ y ഈക്വൽ ടു 2. അപ്പം 2. രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആണ്, രണ്ട് പോയിന്റിലാണ് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്നത്. അത് 0,0യിലും 2,2യിലുമാണ് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്നത്. ഇനി നമുക്ക് 0,0 ഇതാ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് 0,0യും 2,2യിലുമാണ്. അവിടെയാണ് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്നത്. അതിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് 0,0യും 2,2 ഇനി നമുക്ക് എന്ത് ചെയ്യണം? fxx കാണണം. അത് മൈനസ് ഇതാണ്, fxx -6 ആണ്. fyy fxy എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഡിസ്ക്രിമിനന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക, 72 × y - 2. 72 × y - 2 ഇതാണ് ഡിസ്ക്രിമിനന്റ്. ഇനി ഇവിടെ നമ്മൾ x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്തു നോക്കുക. x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ ഡിസ്ക്രിമെന്റ് ഇതാ y ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഡിസ്ക്രിമെന്റ് -72 ആയിരിക്കും. -72 ആണ്. ഡിസ്ക്രിമെന്റ് നെഗറ്റീവും fxx നെഗറ്റീവും ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് നമ്മുടെ സാഡിൽ പോയിന്റ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇതാ, ദ ഫംഗ്ഷൻ ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് ദ ഒറിജിനൽ സാഡിൽ പോയിന്റ് ആണ് 0,0യിൽ സാഡിൽ പോയിന്റ് ആണ്. അതുകൊണ്ട് 0,0യിൽ സാഡിൽ പോയിന്റ് ആണ്. ഇതിലെ വരുമ്പോൾ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും, ഈ പോയിന്റ് കൂടെ വരുമ്പോൾ മാക്സിമം വാല്യൂവും, ഈ പോയിന്റ് കൂടെ വരുമ്പോൾ മിനിമം വാല്യൂ ആണ് ഈ പോയിന്റ് 0,0യിൽ. അപ്പോൾ 0,0 എന്താണ്? ഒരു സാഡിൽ പോയിന്റ് ആണ്. ദെൻ ഇനി നമ്മൾ നോക്കുന്ന -2 ആണ്. 2. അപ്പോൾ ഇത് നെഗറ്റീവും 2 കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും? ഡിസ്ക്രിമിനന്റ് കിട്ടുന്ന 8 ആണ്. ഇതാ fxx. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഡിസ്ക്രിമിനന്റ് 2,2ൽ കൊടുത്താൽ ഇവിടെ ഡിസ്ക്രിമിനന്റ് 2 y ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് വാല്യൂ 72 ആണ്. അപ്പം അത് പോസിറ്റീവാണ്. fxx നെഗറ്റീവും ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഡിസ്ക്രിമിനന്റ് fxx നെഗറ്റീവും ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. 2,2ൽ മാക്സിമം വാല്യൂ ആയിരിക്കും. മാക്സിമം വാല്യൂ എത്രയാണ്? മാക്സിമം വാല്യൂ 8 ആണ്. 2,2ൽ. അപ്പോൾ ഇതാ 2,2ൽ മാക്സിമം വാല്യൂ ഈ ഹൈറ്റ് 8 ആണ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എഫ് തന്നിട്ടുണ്ടാവും. ഇതാണ് എഫ്. fx ഈക്വൽ ടു 0 fy ഈക്വൽ ടു 0 എന്ന് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ 0,0യിൽ fxx നെഗറ്റീവും ഡിസ്ക്രിമിനന്റ് നെഗറ്റീവാണ്. അപ്പോൾ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഇത് സാഡിൽ പോയിന്റ് ആണ്. ഇനി 2,2ൽ പിന്നെയുള്ളത് 2,2 ആണ്. 2,2ൽ fxx നെഗറ്റീവും ഡിസ്ക്രിമിനന്റ് പോസിറ്റീവാണ്, 72 ആണ്. അപ്പം കിട്ടുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് അപ്പം കിട്ടുന്ന മാക്സിമം വാല്യൂ ആണ്. അത് 2,2ൽ മാക്സിമം വാല്യൂ ആണ്. അത് 8 ആണ്. അടുത്തത് എക്സാമ്പിൾ 6. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് f(xy) ഈക്വൽ ടു 0. f(xy) ഈക്വൽ ടു ദിസ്, നോട്ട് 0, ഓൺ ദ ട്രയാങ്കുലർ റീജിയൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ ദ ലൈൻ x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, x ഈക്വൽ 0. ആൻഡ് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻഡ് y ഈക്വൽ ടു 9 - x. y ഈക്വൽ ടു 9 - x എന്ന് പറയുന്നത് ഇതാണ്. ഈ ട്രയാങ്കിൾ റീജിയൻ ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ റീജിയനിലുള്ള അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇതാണ്. ഈ ട്രയാങ്കിളാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ഈ ട്രയാങ്കിളിൽ എവിടെയൊക്കെയാണ് മാക്സിമം മിനിമം കിട്ടുന്നതെന്ന് നോക്കണം. ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു
മാക്സിമം മിനിമം ഉണ്ടാവും. എല്ലാ മാക്സിമം മിനിമം കാണണം. ആ ഉള്ളിലുള്ള മാക്സിമം മിനിമം കാണാനായിട്ട് എഫ് തന്നിട്ടുണ്ട്, എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുക. 2 മൈനസ് 2x ഈക്വൽ ടു 2 മൈനസ് 2x ഈക്വൽ ടു 0, 4 മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 1, y ഈക്വൽ ടു 2. y ഈക്വൽ ടു 2 ഇതാണ്ട, ഇത് കിട്ടി. y ഈക്വൽ ടു 2. ആ പോയിന്റിലെ വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് 7 ആണ്. അത് കണ്ട 1 2, ഇതാണ് 1 2, ഇതാ 1 2, 1 2ലെ വാല്യൂ 7 ആണ്. അതാണ് നമ്മൾ ഇന്റീരിയർ പോയിന്റ് കണ്ടുപിടിച്ചു. അത് 7 ആണ്. ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 2 ആണ്. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടുപിടിക്കണം. 3 ബൗണ്ടറി ഉണ്ട്. ഈ ആക്സിസ്, ഈ ആക്സിസ്, ഈ ആക്സിസ്. ആ 3 ബൗണ്ടറിയിലും കണ്ടുപിടിക്കണം. മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഈ എക്സ് ആക്സിസിലുള്ളതാണ്. അതിൽ കാണാനായിട്ട് അതിൽ y 0 ആയിരിക്കും. y 0 ആയിരിക്കും. ഇതാ. അപ്പം ഈ എഫ് ഓഫ് എക്സ് വൈക്കകത്ത് എക്സ് ആക്സിൽ y 0 ആണ്. അപ്പോൾ ഇതിനകത്തൊക്കെ y 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത് അതിനെ ജി ഓഫ് എക്സ് എന്നെടുത്തു. ഈ ലൈനിൽ ജി ഓഫ് എക്സ് എന്നെടുത്തു. ജി ഓഫ് എക്സ് എന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവും. ഒന്ന് 0 0യും, ഒന്ന് 9 0യും, പിന്നെ ഇതിന് ഈ ലൈനിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റും ഉണ്ടാവും. അത് 3ലെയും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് 0യിലെ വാല്യൂ ആണ്. അപ്പം ജി ഓഫ് എക്സ് ഇതാണ്. 0യിലെ വാല്യൂ എക്സ്, ഇതിന് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം ജി 0 എത്രയായിരിക്കും? 2. അപ്പം 0 0യിൽ വാല്യൂ 2 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ഈക്വൽ ടു 9, ഈ പോയിന്റിൽ. അപ്പം ഇതിൻ്റെ അകത്ത് എക്സ് ഈക്വൽ ടു 9 കൊടുക്കുക. അപ്പം ജി ഓഫ് 9 മൈനസ് 61 കിട്ടും. അപ്പം ഇതിലെ വാല്യൂ മൈനസ് 61, അത് കിട്ടി. അപ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ഈ ലൈനിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. അത് മാറിപ്പോകരുത്. ആ ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. ആ ഇൻറ്റീരിയർ പോയിന്റിലും ഒരു ലോക്കൽ എക്സ്ട്രീം വാല്യൂ കിട്ടും. അപ്പം ഈ ഇതിലെ ഇൻറ്റീരിയർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ജി ഡാഷ് എക്സ് കാണുക. അപ്പം ജി ഡാഷ് എക്സ് എന്താ? ജി ഡാഷ് എക്സ് ഈക്വൽ 2 മൈനസ് 2x. അതിനെ 0 എന്ന് എഴുതുക. ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കിട്ടും. y 0 ആയിരിക്കും. അപ്പോൾ ജി ഓഫ് 1 കണ്ടുപിടിക്കുക. അത് 3. അപ്പോൾ നമ്മൾ 3 എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ചു. 0യിലെ എക്സ്ട്രീം വാല്യൂസ് 2, 9ലെ എക്സ്ട്രീം വാല്യൂസ് മൈനസ് 61. ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു 1ലെ എക്സ്ട്രീം വാല്യൂ 3. ആദ്യം നമ്മൾ ഇൻറ്റീരിയർ പോയിന്റിലെ എക്സ്ട്രീം വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു, അത് 7. അപ്പം ഇൻറ്റീരിയർ പോയിന്റിൻ്റെയും ഉള്ളിലുള്ള ഇൻറ്റീരിയർ പോയിന്റിലെയും ഈ എക്സ് ആക്സിലെയും എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ നമ്മൾ വൈ ആക്സിസിലെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. വൈ ആക്സിസിലെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണ്? ഈ ലൈൻ. അപ്പോൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇതാ ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ y ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നത് എച്ച് ഓഫ് y കിട്ടി. എച്ച് ഓഫ് y ഇതാണ് 2 + 4y - y². അപ്പോൾ എച്ച് ഓഫ് y 0 ആണ്. എച്ച് ഓഫ് y 0 ആകുമ്പോൾ നമ്മൾ 0 0യിലെ പോയിന്റ് നേരത്തെ കണ്ടുപിടിച്ചതാണ്. 0 0യിൽ നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് കാണണ്ട. ഇനി നമുക്ക് കാണാനുള്ളത് എച്ച് ഓഫ് 0യിലെ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ 2 കിട്ടി. ഇനി ഈ 9 ഇതാ ഈ പോയിന്റിൽ കണ്ടുപിടിക്കണം. അത് എച്ച് ഓഫ് 9 ആണ്. അത് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ആ പോയിന്റിൽ 6 എന്ന് കിട്ടി. ഈ പോയിന്റിൽ 6 എന്ന് കിട്ടി. 6 ഇത് നമ്മൾ നേരത്തെ കിട്ടിയ പോയിന്റ് തന്നെയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ ലൈനിൽ ഈ വൈ ആക്സിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. വൈ ആക്സിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കണം. അത് ഇവിടെയായിട്ട് വരും. ആ വൈ ആക്സിലെ ഇൻറ്റീരിയർ പോയിന്റ് അതെന്തായിരിക്കും? വൈ ആക്സിലെ ഇൻറ്റീരിയർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതുണ്ടോ, എച്ച് ഡാഷ് വൈ കാണണം. എച്ച് ഓഫ് വൈ കണ്ടു, എച്ച് ഡാഷ് വൈ കാണണം. എച്ച് ഡാഷ് വൈ അതിനെ എച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 - 2y എന്ന് കിട്ടും. എച്ച് ഡാഷ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പം എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 2 എന്ന് കിട്ടും. y ഈക്വൽ ടു
അപ്പോൾ എച്ച് ഓഫ് ടു എന്ന് പറയുന്നത് 6 ആണ്. അപ്പം എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 2 ഇതുണ്ട്. ഈ പോയിന്റ് ആണ്, ഈ പോയിന്റ് ഒരു എക്സ്ട്രീം വാല്യൂ ആണ് കിട്ടുന്നത്. അത് എച്ച് ഓഫ് 2 ആണ്, അത് 6 ആണ്. നമുക്ക് എച്ച് ഓഫ് 9 നമ്മൾ നേരത്തെ എച്ച് ഓഫ് 9 കണ്ടു. എച്ച് ഓഫ് 9 നമുക്ക് കണ്ട് 9ലെ വാല്യൂ എച്ച് ഓഫ് 9 -43 ആണ്. അപ്പോൾ എച്ച് ഓഫ് 0 2, എച്ച് ഓഫ് 9 -43, എച്ച് ഓഫ് 2. അപ്പോൾ ഈ 3 വാല്യൂസും കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വാല്യൂസ് കിട്ടി? 1 2 3 4 5 6 7 വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ കാണാനുള്ളത് ഈ ലൈനിൻ്റെ മുകളിലുള്ളതാണ്. ഈ ലൈനിൻ്റെ മുകളിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. ഇപ്പം 3 കോർണർ പോയിന്റിലെ നമ്മൾ കിട്ടി, 2 ആക്സിലെ ഇൻറ്റീരിയർ പോയിന്റും കിട്ടി. ഇനി കെട്ടാനുള്ളത് ഇതിലെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് നമ്മൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് വൈ, ഈ വൈയുടെ സ്ഥാനത്ത് എന്താ 9 - x എന്ന് എഴുതണം. അപ്പം എഫ് ഓഫ് എക്സ് 9 - x എന്നാവും വൈയുടെ സ്ഥാനത്ത്. ഇതിൻ്റെ വൈയുടെ സ്ഥാനത്തൊക്കെ 9 - x എഴുതുക. അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ നമ്മൾ കെ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. കെ ഓഫ് എക്സ്. ഇനി നമ്മൾ അതിലെ ഇൻറ്റീരിയർ പോയിന്റിലെ കണ്ടുപിടിക്കണ്ടേ? ഇതിലെ ഇൻറ്റീരിയർ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കെ ഓഫ് എക്സ് എന്താ? എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് സിംപ്ലിഫൈ ചെയ്യുക. കെ ഓഫ് എക്സ് കിട്ടിയത്. ഇതാണ് കെ ഓഫ് എക്സ്. നമുക്ക് അതിലെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് കെ ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ വൈ എന്തായിരിക്കും? വൈ 5. അപ്പോൾ ഉണ്ടോ 4 5 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അവിടെയും അതും എക്സ്ട്രീം പോയിന്റ്സ് ആണ്. അപ്പം അവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 5ലെ വാല്യൂ കണ്ടുപിടിക്കാം. അത് -11 ആണ്. -11. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇതിൽ നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ നോക്കാം. ഒന്നും കൂടെ നോക്കാം. ആദ്യം 1 2 ഇൻറ്റീരിയർ പോയിന്റിലെ വാല്യൂ അത് 7 ആണ്. അതുകൂടാതെ അതിന് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0ലെ വാല്യൂ കിട്ടി. അത് 2 ആണ്. ദെൻ എക്സ് ഈക്വൽ ടു 9, വൈ ഈക്വൽ ടു 0ലെ വാല്യൂ കിട്ടി. അത് -61 ആണ്. ദെൻ ഇതിൻ്റെ ഈ ലൈനിലെ എക്സ് ആക്സിലെ ഇൻറ്റീരിയർ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ അത് 1 ആണ്. എക്സ് ഈക്വൽ ടു 1ലാണ്. വൈ 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ 0, അത് 3 ആണ്. ദെൻ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 09ലെയാണ് കണ്ടുപിടിക്കേണ്ടത്. 09ലെ വാല്യൂ ഇതാണ്. 09ലെ വാല്യൂ -43 ആണ്. ഇതിലെ -43 ആണ്. ദെൻ ഇൻറ്റീരിയർ പോയിന്റിലെ കാണാൻ 02ലാണ്. അത് 6 ആണ്. ഈ ഇൻറ്റീരിയർ പോയിന്റ്. അപ്പം ദെൻ നമുക്ക് ഈ ലൈനിലെ ഇൻറ്റീരിയർ പോയിന്റ് അതിലെ വാല്യൂ -11 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും വാല്യൂസ് കിട്ടുന്നതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ? മാക്സിമം വാല്യൂ 7 ആണ്. ഇതാണ് മാക്സിമം വാല്യൂ. 7 ആണ്. ഇതാണ് മാക്സിമം വാല്യൂ 7 ആണ്. മാക്സിമം വാല്യൂ 7. ആൻഡ് മിനിമം വാല്യൂ -61 ആണ്. -61. ഇതാണ് മിനിമം വാല്യൂ. മിനിമം ഈസ് -61. അത്
90-യിലാണ് കിട്ടുന്നത്. 90-യിൽ മാക്സിമം വാല്യൂ കിട്ടുന്നോ? മാക്സിമം വാല്യൂ 1-2ലാണ്. ഇൻറ്റീരിയർ പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇൻറ്റീരിയർ പോയിന്റിൽ 1-2. അപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ കോർണർ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഒന്നുകിൽ കോർണർ പോയിന്റ്സിലാകാം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോയിന്റ്സിലാകാം. ആദ്യം നമ്മൾ അപ്പോൾ കണ്ടുപിടിക്കുന്നത് എവിടെയൊക്കെയാണ് എക്സ്ട്രീം വാല്യൂസ് വരിക? ഈ കോർണർ പോയിന്റ്സ്, 3 കോർണർ പോയിന്റ്സിൽ വരാം, പിന്നെ ആദ്യത്തെ ഇൻറ്റീരിയർ പോയിന്റിൽ വരാം, പിന്നെ ഈ 3 ലൈനിൻ്റെയും ഇൻറ്റീരിയർ പോയിന്റിൽ വരാം. അപ്പോൾ ഇത്രയും പോയിന്റിൽ നമ്മൾ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിലെ മാക്സിമം ഏതാ മിനിമം ഏതാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ.